ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ വീണ്ടും നമ്മുടെ സ്വന്തം കോളേജിലേക്ക് വന്നിരിക്കുകയാണ്. TCയും കോൺടാക്ട് സർട്ടിഫിക്കറ്റ് മേടിക്കണമായിരുന്നു, പിന്നെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറെ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചു. അപ്പൊ ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ എക്സാം ഉണ്ട്, അവരെയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞൊരു വ്ളോഗായിട്ട് അങ്ങ് എടുത്തേക്കാം. എന്തായാലും ഇനി ഈ വഴിക്കൊന്നും വരത്തില്ലല്ലോ, അപ്പൊ പിന്നെ ആ വ്ളോഗ് കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ നമ്മുടെ ജൂനിയർ പയ്യൻ എബിൻ ഇരിപ്പുണ്ട്, ആന്റിമാര് രണ്ടുപേരുണ്ട്. ഒരു ഹായ് കൊടുത്തേ. എന്താ ഞെട്ടിപ്പോയോ? ഒരു ജോലി എടുത്ത് ഇച്ചിരി ഒന്ന് റെസ്റ്റ് എടുക്കുവാണ്. അല്ല, ജോലി മാത്രം പോരല്ലോ, ഇടയ്ക്ക് കുറച്ച് റെസ്റ്റ് കൂടെ വേണ്ടേ. അവർ ഇത്രയും വൃത്തിയാക്കിയിട്ട് ഇവിടെ ഇരുന്ന് ചെയ്ത്. അപ്പൊ എബിൻ, എന്തുകൊണ്ട് വിശേഷം? ഇന്ന് എന്തിനാ വന്നേ? ലാബെക്സ്. അപ്പം അവൻ ഇതുവഴി പോയപ്പോ എന്നെ കണ്ടുകൊണ്ട് പാവം എന്നെ കാണാൻ വേണ്ടി വന്നതാ. ഒരു ഹായ് കൊടുക്ക്. അപ്പൊ ബാക്കിയുള്ളവരോട് വരട്ടെ, അവരെയും കൂടെ കാണിച്ചു തരാം. എന്നിട്ട് ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോണം, അതാണ് പ്ലാൻ. ഇതാണ് നമ്മുടെ EC സ്റ്റാഫ് റൂം. സ്റ്റാഫ് റൂമിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ആരുമില്ല. നമ്മുടെ HOD ഇന്ദുശാലിനി മിസ്സും രോഹിണി മിസ്സും. മിസ്, അങ്ങനെ 4 വർഷത്തെ എന്റെ ബിടെക് ജീവിതം അവസാനിച്ച് ഞാൻ പോവാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ കുറിച്ച് എന്തെങ്കിലും? നമുക്ക് രോഹിണി മിസ്സിനോട് ചോദിക്കാവേ. മിസ്, എന്തെങ്കിലും പറയാനുണ്ടോ? മിസ് നല്ല കുട്ടിയായിരുന്നു, കുറ്റം പറയാനൊന്നും ഇല്ലായിരുന്നു. ക്രിസ്മസ് ക്ലാസ്സിൽ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയായിരുന്നു. എന്തായാലും രക്ഷപ്പെട്ട് തന്നെ നന്നായി വന്നു. അത്രേ. ഇവരുടെയൊക്കെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും പോലെ വേറെ എന്തോ വേണം, അല്ലേ? അല്ലേ? അത് തന്നെ. അപ്പൊ ഇനി നമുക്ക് ബാക്കി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് കൂടെ ചോദിക്കാം. നമുക്ക് നമ്മുടെ പ്ലേസ്മെന്റ് ഓഫീസർ ഇവിടെ ഉണ്ട്, അനു ആന്റണി മിസ്. ഞങ്ങളെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. നമുക്ക് അനു ആന്റണി മിസ്സിനോട് 2 വാക്ക് ചോദിക്കാം ഇതിനെ കുറിച്ച്. അല്ല, എനിക്ക് പ്ലേസ്മെന്റ് നേടിത്തരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത മിസ്സാണ് അനു ആന്റണി മിസ്. നമ്മുടെ കോളേജിന്റെ പ്ലേസ്മെന്റ് ഓഫീസറാണ്. അപ്പൊ മിസ്സിനോട് എന്നെ കുറിച്ച് 2 വാക്ക് ചോദിക്കാം. മിസ്, എന്നെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എനിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ അമ്മനെയാണ് ക്ലാസ്സിൽ കോൺടാക്ട് ചെയ്യുന്നത്. അമ്മനോടനെ എന്നെയാണ് റിപ്ലൈ ചെയ്യുന്നുണ്ട്. ബ്രൈറ്റ് ഫ്യൂച്ചറാണ്. അപ്പം മിസ്സിനോട് നമുക്കൊരു പ്രത്യേക താങ്ക്സ് പറയാനുണ്ട്. കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്ലേസ്മെന്റ് ഇവിടുന്ന് കിട്ടി. നമ്മുടെ പ്ലേസ്മെന്റ് ഓഫീസറാണ് അനു ആന്റണി മിസ്. മിസ് മുഖേനയാണ് എന്നിലേക്ക് ആ ഓഫർ എത്തിയത്. അപ്പൊ താങ്ക് യു മിസ്. അപ്പൊ ഇനി നമുക്ക് വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ? ശരി, താങ്ക് യു. ഇപ്പൊ ഒരാള് വരും, ആരാണെന്ന് നോക്കാം. ഹലോ സെയ്ദ് മോൻ. ഹായ്. കുറച്ചുപേര് H1-ലും കുറച്ചുപേര് എക്സാം കഴിഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്. നികിത, ഹലോ, ഹൗ ആർ യു? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അശ്വിൻ മോൻ എവിടെ? വിദ്യാമിസ് ആണ് അവിടെ. എബിന് എക്സാം കഴിഞ്ഞ് വന്നു. എബിന് പനിയാ അല്ലേ എബിൻ? സാരമില്ല, റെസ്റ്റ് എടുത്തോട്ടെ. ഓക്കെ, നമ്മൾ അബുക്കെ കണ്ടുകിട്ടി. അബു, അങ്ങനെ നമ്മൾ 4 വർഷത്തെ ജീവിതം അവസാനിക്കില്ല. ജീവിതമല്ല, സോറി, 4 വർഷത്തെ ജീവിതം അവസാനിക്കണം. 4 വർഷം നമ്മുടെ കലാലയ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. എന്താ അബു പറയാനുള്ളത്? എന്നെ കുറിച്ച് എന്താ പറയാനുള്ളത്? വളരെ നല്ലൊരു വ്യക്തിയാണ്, വലിയ നിലയിൽ ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ അതല്ല, അബുവിനെ കുറിച്ച് നമ്മൾ നന്ദി ഒന്നും പറയരുത്. അബു എന്നെ എക്സാം ടൈമിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. എന്നെ ഹെൽപ്പ് ചെയ്ത് അബു ഒരു വഴിക്കായി. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി എന്താ അബു ഫ്യൂച്ചർ പ്ലാൻ? 2 സപ്ലൈ എന്നൊരു കാര്യമല്ലല്ലോ. 2 സപ്ലൈയും കൂടെ എഴുതിയെടുക്കണം, ജോലിക്ക് കയറണം. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇനി വേറെ ആരെങ്കിലും കാണുമോ നോക്കട്ടെ. ആദിത്യൻ ചേട്ടൻ. ആദിത്യനെ അറിയോ? ആദിത്യൻ, ഹലോ. ഇവനെ അറിയോ? ഇവന്റെ ചേച്ചിയായിരുന്നു അന്ന് ഞാൻ പോകുന്നതിന്റെ തലേന്ന് കാണാൻ വന്നത്. ഇതാണ് ആദിത്യ എന്നെ കാണാൻ വേണ്ടി വന്നത്. പാവം, ഞാൻ TC മേടിക്കാൻ വരുന്ന പറഞ്ഞപ്പോ ആദിത്യ പോവാ. ഇനി തിരുവനന്തപുരത്തേക്ക് ഒരു മടക്കി യാത്ര ഉണ്ടായിരുന്നു. ചെന്നൈയിലോട്ട് ഞാൻ പോകും. ചെന്നൈയിലായിരിക്കുന്നു. അല്ല, ഞാനിനി ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ചെന്നൈയിലേക്ക് ആദിത്യം വരും. അല്ലെങ്കിൽ നാട്ടിലുണ്ടല്ലോ. നമ്മള് അപ്പുറം ഇപ്പുറം തന്നെ. കരുതാപ്പള്ളി
ഇത് ഓണാണോ നോക്കിയേ? ഓണാണോ? ഓണാണ്. ഹലോ ആണ്. ഓണാണ്. ഓണാണ്. അല്ലേ, ഇടക്കിടക്ക് ഇങ്ങനെ ചെറിയ 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 അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. ഇനി എന്താ പരിപാടി? അങ്ങനെ അടുത്ത ഒരാളെയും കൂടെ നമ്മൾ കണ്ടുകിട്ടിയിരിക്കുന്നതാണ് നമ്മുടെ മഹിമ മോൾ. മഹിമേ, അങ്ങനെ തിരുവനന്തപുരം അല്ല, ഇനി ഇങ്ങോട്ടേക്ക് മടക്കി വരവില്ല. ഇനി നമ്മൾ മഹിമയുടെ കല്യാണത്തിനായി കാണുന്നു അല്ലേ? എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാം. നല്ലൊരു 10 പറ. എല്ലാരും എനിമീസ് ആണല്ലേ നമ്മള് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് നമ്മള് ഫ്രണ്ട്സ് അല്ലേ? അങ്ങനെ എക്സാം കഴിഞ്ഞ് നമ്മുടെ അശ്വിൻ പി സിയെ കണ്ടുകിട്ടി. അശ്വിൻ പി സി എക്സാം പാസ്സാവും, മേ ബി പാസ്സാവും. അപ്പൊ ഇനി ഞങ്ങൾ വിധി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് അടുത്ത സ്ഥലത്ത് 4 വർഷം ഇവിടെ കഴിഞ്ഞ് നമ്മള് കാണാം. അപ്പൊ സിദ്ധാർത്ഥ് ഞാൻ പോവാ. നമ്മളിനി കാണുമോ? ഇവരെല്ലാരും TC നോഡ്യൂസ് എല്ലാം എഴുതാനിരിക്കുകയാണ്. അപ്പൊ ഞാൻ പോട്ടെ ഗൈസ്. ഏറ്റാ സിദ്ധാർത്ഥ് ബൈ. അപ്പൊ ഗൈസ് പോട്ടെ. അബു അല്ല, എക്സാം ഹാളുകളിൽ അബു എന്നെ മിസ് ചെയ്യോ? മിസ് ചെയ്യും. ഗൈസ് അങ്ങനെ ഞാൻ പോവാണ്. ബൈ ഗൈസ്, ബൈ ബൈ.